അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ബഹുമാനപ്പെട്ട നാം ഇവിടെ അനുസ്മരിക്കുന്ന മഹാനായ നമ്മുടെ ഗുരുവര്യർ പയ്യക്കി ഉസ്താദ് രണ്ടാമൻ റഹിമഹുല്ല, അവിടുത്തെ വന്യപിതാവ് പയ്യക്കി ഉസ്താദ് ഒന്നാമൻ റഹിമഹുല്ല, അവരുടെ പിതാമഹാന്മാർ അവരോടുകൂടി സ്വർഗത്തിൽ വസിക്കാനുള്ള കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഇതിനു വേണ്ടി അധ്വാനിച്ച, ഇതിനു വേണ്ടി ഖത്മുൽ ഖുർആനും തഹ്ലീലും ദിക്റുകളും സമർപ്പിക്കാൻ വേണ്ടി സഹകരിച്ച 1000ഓളം ഖത്മുകൾ ഓതിത്തീർത്ത എല്ലാവരുടെ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബേ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, കൊറോണ വൈറസ് കൊണ്ട് സ്ഥിരീകരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിച്ചും കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ദുആ ചെയ്തിട്ടുമുണ്ട്. റഹ്മാനായ റബ്ബേ, ഇവിടെ അവർ സ്നേഹിക്കുന്ന മഹാന്മാരുടെ ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട്, പയ്യക്ക് ഉസ്താദ്മാരുടെയും പയ്യക്ക് തങ്ങന്മാരുടെയും ബറക്കത്ത് കൊണ്ട്, ഖത്മുൽ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് അവർക്കുള്ള വിഷമങ്ങളെല്ലാം തീർത്ത്, പേടിക്കപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന്, വൈറസുകളിൽ നിന്ന് അവരെയും നമ്മളെയും എല്ലാവരെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ റമദാനിലും അതിനു മുമ്പും സഹായിച്ച, സഹകരിച്ച സ്വദേശികളും വിദേശികളുമായിട്ടുള്ള പ്രവാസികളും അല്ലാത്തവരും എല്ലാവരുടെ സംഭാവനകൾ സ്വീകരിച്ചു റഹ്മാനായ റബ്ബേ, ആ സംഭാവനയുടെ കാരണം കൊണ്ട് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു ഇബാദത്തായി അതിന് നീ മാറ്റിത്തരണം റഹ്മാനെ. നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ തഹ്ലീൽ, അതുപോലെ ദിക്റുകൾ, ഖത്മുൽ ഖുർആൻ എല്ലാം സിയാറത്തിലൂടെ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് സീനുൽ ആബിദീൻ ജിഫ്രി തങ്ങൾ പോസോട്ട് അവറുകളെ, അതുപോലെ ഇന്നത്തെ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകളെ, നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന ഷെയ്ഖുന റഹിമഹുല്ല അവരുടെ മരുമകനും പയ്യക്ക് ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിയുടെ കരുത്തനായ ചെയർമാനും ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി ഉസ്താദ് അവറുകളെ, പ്രത്യേകിച്ച് ഇവിടെ സ്വാഗതം കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ സ്ഥാപനത്തിലെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഹനീഫ് ഹാജി അവറുകളെ, അതുപോലെ ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിത്തന്ന സയ്യിദ് പാലക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, നമ്മുടെ ഈ പരിപാടിയിൽ സാന്നിധ്യം വഹിച്ച സ്ഥാപനത്തിൻ്റെ ട്രഷററും പയ്യക്കി ജമാഅത്തിലെ കമ്മിറ്റിയിലെ കരുത്തനായ മെമ്പറും പ്രവർത്തകനുമായ അബ്ദുൽ ഹമീദ് ഹാജി അവറുകളെ, അതുപോലെ ഇവിടെ പ്രഭാഷണം നടത്തിയ ഓസ്ഫോമേക്സിലെ പ്രസിഡൻറ്റ് അബ്ദുൽ ഖാദിർ ഫൈലി ഉസ്താദ് അവറുകളെ, ഹമീദ് ബാക്കവി ബൈരിക്കട്ട, സുലൈമാൻ ഖാസിമി അൽ ജുബൈലി അവറുകളെ, പ്രത്യേകിച്ച് നമുക്കിനി സാരവത്തായ പ്രഭാഷണം നടത്തി തരുന്ന റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവറുകളെ, അതുപോലെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾക്കുള്ള പൊന്നോമന പുത്രന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ ഷെയ്ഖുന അവറുകളെ കണ്ണുകുളിർമയാക്കുന്ന പ്രവർത്തനമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. ഷെയ്ഖുന അവറുകളിൽ നിന്ന് 9ഓളം വർഷം പള്ളി ദർസിലൂടെ കിതാബ് ഓതി പഠിച്ച ഒരു അനുഭവവും, അതിനുശേഷമുള്ള ഒരുപാട് അവസരത്തിൽ ഷെയ്ഖുനയുമായിട്ട് ബന്ധപ്പെടുകയും, പ്രത്യേകിച്ച് വഫാത്താകുന്ന അവസരത്തിലൊക്കെ ഷെയ്ഖുന അവറുകൾ ഇവിടെ പടുത്തുയർത്തിയ പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമിയുടെ ഒരു
ഉസ്താദുമായി സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു വിനീതനാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രം ഈ വിനീതൻ പറയുന്നത് സ്റ്റേജുകളിൽ നിന്ന് കേട്ടതോ പേജുകളിൽ നിന്ന് വായിച്ചെടുത്തതോ അല്ല, നമ്മുടെ അനുഭവങ്ങളിലൂടെ ശൈഖുന അവറുകളുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയതും നാം കണ്ടറിഞ്ഞതുമായ, അതുപോലെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതായ ചില കാര്യങ്ങൾ മാത്രമാണ്. ശൈഖുന അവറുകളെ പറ്റി പറയുകയാണെങ്കിൽ പല ഉസ്താദന്മാരും പല മുദരിസന്മാരും അവർ ക്ലാസ് എടുക്കുമ്പോൾ വിനയം എന്നുള്ളത് എന്താണ് വിനയം എന്നുള്ളത് എന്ന് ഉദാഹരിച്ചു കൊടുക്കാൻ ആധുനിക പണ്ഡിതന്മാരെ പറയുമ്പോൾ അവർ ഒന്നാമതായി പറഞ്ഞിരുന്നത് പയ്യയ്ക്ക് ഉസ്താദിനെയായിരുന്നു. ഇത് പല ശിഷ്യന്മാരും നമ്മോട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ടവരോട് വഫാത്തിന് ശേഷം പയ്യയ്ക്ക് ഉസ്താദന്മാരുടെ ശിഷ്യന്മാർ എന്നറിയപ്പെടുമ്പോൾ ആ ഉസ്താദിനെപ്പറ്റി ഇങ്ങനെ അവർ കേട്ടതുകൊണ്ട് അവർ പലരും ഉസ്താദിനെപ്പറ്റി ചോദിക്കാറുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആധുനിക കാലത്തിൽ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാകും. ബഹുമാനപ്പെട്ട പയ്യയ്ക്ക് ഉസ്താദിനെ പോലെ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുണ്ടാകും. പക്ഷേ വിനയം അത്രമാത്രം ഉയർന്നു കാണില്ല. എന്നാൽ വിനയം നല്ലോണമുള്ള പണ്ഡിതന്മാരുണ്ടാകും. പക്ഷേ അവർ ഇൽമ് അത്ര വലിയ പരവത്തിൽ അവർ എത്തിയിരിക്കില്ല. ഈ രണ്ടുകൊണ്ടും, ഇൽമു കൊണ്ടും തവാദുഅ കൊണ്ടും ഒരു ചൈതന്യം ഉള്ളതായ ഒരു മഹാപണ്ഡിതൻ, അത് അതുല്യന്മാരാണ്. അത് അങ്കുലി പരിമിതമാണ്. അതിൽ എണ്ണപ്പെടാൻ വേണ്ടി പറ്റുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട പയ്യയ്ക്ക് ഉസ്താദ് രണ്ടാമൻ നവ്വർ അല്ലാഹു മർക്കദ. ബഹുമാനപ്പെട്ട വന്യപിതാവ് പയ്യയ്ക്ക് ഉസ്താദ് ഒന്നാമൻ അവർക്കുള്ള ആ കാൽവെപ്പുകളെ പിന്തുടർന്നും കൊണ്ട് അവർക്കുള്ള മസായിലുകൾ, ഉപ്പ വന്യപിതാവ് ഒരു മസാല പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാനില്ല. ആ നിലക്ക് അച്ചിക്ക മസാല പറഞ്ഞും കൊണ്ട് ലോകത്തോട് ഇവിടുന്ന് ജനങ്ങളെ വാർത്തെടുക്കുന്ന, ജനങ്ങളെ ഉത്ബോധനം നടത്തുന്ന ഒരു മഹാപണ്ഡിതനും പൊന്നോമന പുത്രനുമായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന അവറുകൾക്കുള്ള ഒന്നാമത്തെ മഹത്വം 10 ഗുണം വിത്തുഗുണം എന്ന് പറയാറുണ്ട്. ഒന്നാമത്തെ മഹത്വം തന്നെ ബഹുമാനപ്പെട്ടവരുടെ വന്യപിതാവ്, അവിടുത്തെ പിതാമഹാന്മാർ, അതൊക്കെ മഖ്ദൂമി പാരമ്പര്യത്തിലെ മഹാരഥന്മാരായിരുന്നു. മഖ്ദൂമി പാരമ്പര്യമാണ് നമ്മുടെ കേരളത്തിലും കർണാടകത്തിലും പല ഭാഗങ്ങളിലും ഇന്നും നാം പിന്തുടർന്നു വരുന്നത്. ആ മഖ്ദൂമി പാരമ്പര്യം എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ പ്രധാനപ്പെട്ടും പയ്യയ്ക്ക് ഉസ്താദന്മാരുടെ ജീവിത ചരിത്രം അറിയണം, നാം പഠിക്കണം. നാം മുൻഗാമികളുടെ മഹാന്മാരുടെ ജീവിത ചരിത്രം അനുസ്മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിൽ പറഞ്ഞത്, മഹാന്മാരുടെ ചരിത്രം നാം പഠിക്കുന്നത് കൊണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശം അവർക്കുള്ള ജീവിതം പോലെ അവരുടെ ജീവിതം നാം ഒപ്പിയെടുത്ത് അവരെപ്പോലെയുള്ള ഒരു ലൈഫ് പ്രാക്ടിക്കലായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നാം ബഹുമാനപ്പെട്ട മഹാരഥന്മാരായ ഈ ഇമാമിയങ്ങളെയും അതുപോലെ മഷായിഖന്മാരെയും നാം അയവിറക്കുന്നത്, അവരെ അനുസ്മരിക്കുന്നത്. അള്ളാഹു അത് നമ്മിൽ നിന്ന് സാക്ഷാത്കരിച്ച് നമുക്കതുപോലെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് നിലക്കും പിൻപറ്റാൻ പറ്റുന്ന ഒരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പയ്യയ്ക്ക് ഉസ്താദ്. പയ്യയ്ക്ക് ഉസ്താദ് ഒരു മസാല പറഞ്ഞാൽ അവർ ഫിഖ്ഹിലെ ഒരു അന്തിമ കോർട്ടായിരുന്നു പയ്യയ്ക്ക് ഉസ്താദ്. ഈ പയ്യയ്ക്ക് ഉസ്താദ് എന്ന് പറയപ്പെടുന്ന നാം അനുസ്മരിക്കുന്ന രണ്ടാമൻ പയ്യയ്ക്ക് ഉസ്താദും അവിടുത്തെ വന്യപിതാവായിട്ടുള്ള ഒന്നാമൻ പയ്യയ്ക്ക് ഉസ്താദും. ഒന്നാമൻ പയ്യയ്ക്ക് ഉസ്താദിനെ പറയാതെ പോയാൽ അത് കേടായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഒന്നാമൻ പയ്യയ്ക്ക് ഉസ്താദ് റഹിമഹുല്ലാഹു വനഫഅന ബി, ബഹുമാനപ്പെട്ടവർ വഫാത്തായി ഏകദേശം 40 വർഷത്തോളമായി. ബഹുമാനപ്പെട്ടവർ ആരാണെന്ന് അറിയണമെങ്കിൽ അക്കാലഘട്ടത്തിലെ ചോദ്യം ചെയ്യാത്ത പണ്ഡിതൻ അല്ലാമത്തു സമാൻ അഷ്ശൈഖ് ശംസുൽ ഉലമാ ഖുതുബി ഓർ ഖദ്ദസല്ലാഹു തആല സിറ. ഖുതുബി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജറാണ്, കേരളത്തിലെ ഇബ്നു ഹജറാണ്. ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദ് എങ്കാലും മക്കയിലോ മദീനയിലോ മിസ്റിലോ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത്, എങ്ങനെയാണ് നാം ഇവിടുന്ന് പറയുന്നത്, അതുപോലെ പറയേണ്ട ഒരു മഹാപുരുഷനായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമത്തു സമാൻ അഷ്ശൈഖ് ഖുതുബി ഓർ ഖദ്ദസല്ലാഹു തആല സിറ. ഖുതുബി ഓർ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പിന്നെ അയാളെപ്പറ്റി നമുക്ക് ചിന്തിക്കാനേ ഇല്ല. ഖുതുബി ഉസ്താദ് ആരെയും അംഗീകരിക്കൂല. ഖുതുബി ഉസ്താദ് ഒരാളെ കണ്ടാൽ അത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കൂല. കാരണം
ബഹുമാനപ്പെട്ടവർ ബാത്വിനിയായ ഇൽമും ലാഹിരിയായ ഇൽമും രണ്ടും ഒരുമിച്ച് കൂട്ടിയ ആളാണ്. വെറും ഫിഖ്ഹല്ല, വെറും തസവുഫല്ല, ഫിഖ്ഹോടുകൂടെ തസവുഫും കർമ്മശാസ്ത്രത്തോടുകൂടെ ആധ്യാത്മിക ശാസ്ത്രം കൂടി രണ്ടും ഒരുമിച്ച് കൂടിയ മഹാപണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അല്ലാമ യാഫിഈ തങ്ങൾ പറഞ്ഞത് അങ്ങനല്ലേ, ഫഖീഹം വസൂഫിയം ഫകുൽ ലൈസ വാഹിദ വഇന്നി വഹഖില്ലാഹി ഇയ്യാക അൻസഹു. നീ വെറും ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനാകല്ലേ, വെറും ആധ്യാത്മിക ശാസ്ത്ര പണ്ഡിതനാകല്ലേ, രണ്ടും ഒരുമിച്ച് കൂട്ടിയ ഫഖീഹും സൂഫിയുമാകണം. ലാഹിരിയും ബാത്തിനിയുമായിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങളും ഒരുമിച്ച് കൂട്ടിയവനായിരിക്കണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിന്നിൽ ഉണ്ടാകേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ യാഫിഈ തങ്ങൾ നമ്മളോട് പറയുന്നു. ആ രണ്ടും ഒരുമിച്ച് കൂട്ടിയ മഹാപണ്ഡിതരിലെ ഒരുവനായിരുന്നു ബഹുമാനപ്പെട്ട ഖുതുബി വോർ ഖദ്ദസല്ലാഹു തആല സിറഹ്. ബഹുമാനപ്പെട്ടവർ ഒരാളെ അംഗീകരിച്ചാൽ പിന്നെ നമുക്ക് കണ്ണു ചെമ്പി നമുക്ക് അയാളെ അംഗീകരിക്കാം. അങ്ങനത്തെ അംഗീകാരം നേടിയ മഹാപുരുഷനായിരുന്നു ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് ഒന്നാമൻ ഖദ്ദസല്ലാഹു തആല സിറഹ്. അതാണ് പയ്യക്കി ഉസ്താദ് ഒന്നാമൻ എന്ന് പറഞ്ഞാൽ. പയ്യക്കി ഉസ്താദ് ഒന്നാമൻ ഏറെ കാലമൊന്നും പള്ളി ദർസിൽ പഠിച്ച ആളല്ല. ചെറിയ കാലയളവിലൂടെ 4-5 വർഷം മാത്രം പള്ളി ദർസിൽ പഠിച്ച് തൻ്റെ 19-ാം വയസ്സിൽ, വെറും 19-ാം വയസ്സിൽ പയ്യക്കി പള്ളിയിലെ മുദരിസായി സേവനം ചെയ്യാൻ തുടങ്ങിയ മഹാനുഭാവനാണ്. എന്നാലോ ആ ചെറിയ പ്രായത്തിൽ ചെറിയ കാലാവധി കൊണ്ട് പഠിച്ച ഇൽമു കൊണ്ട് ബഹുമാനപ്പെട്ടവർ നേടിയെടുത്ത നേട്ടം എന്താണ്? പിന്നീട് ഖാദിയായി, ലോകത്തിലെ കാസർഗോഡ് ഭാഗത്തിലെ ഖാദിയായി അംഗീകരിക്കപ്പെട്ട പയ്യക്കി ഉസ്താദ് ഒരു മസ്അല പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം മസ്അല പറയാൻ ഒരാൾക്കും അധികാരമില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖുതുബി ഉസ്താദ് പോലും നമ്മുടെ വടക്കൻ മലബാറിൽ നിന്ന് ആരെങ്കിലും മസ്അലക്ക് വേണ്ടി പോയാൽ അവിടെ പറഞ്ഞിരുന്നത് പയ്യക്കിയിലെ മൂപ്പറുണ്ടല്ലോ അയാളോട് മസ്അല ചോദിച്ചോളിയും. അപ്പോൾ ഉപ്പിനങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ചില ആൾക്കാർ മസ്അലക്ക് പോയപ്പോൾ അവരോട് ഇതേ വാക്ക് ഖുതുബി ഉസ്താദ് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദിനോട് പോയ ആഗതർ പറഞ്ഞു, ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദിനോട് ഈ മസ്അല ചോദിച്ചിട്ടാ വന്നത്. അപ്പോൾ ഖുതുബി ഉസ്താദ് ചോദിച്ചു. എന്നാൽ മഹാനവറുകളുടെ പ്രതികരണം എന്തായിരുന്നു? അവർ കാണിച്ചു കൊടുത്തു, എഴുതിയതായ ഫത്വകൾ കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദിൻ്റെ സിഗ്നേച്ചർ കാണിച്ചു കൊടുത്തു. ഖുതുബി ഉസ്താദ് പറഞ്ഞു, മൂപ്പർ ഒരു മസ്അല പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു മസ്അല എനിക്ക് പറയാനില്ല, ഇതാ എൻ്റെ ഒപ്പും കൂടി നിങ്ങൾ രേഖപ്പെടുത്തിയോളി എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടും കൊണ്ട് കൊടുത്തതാണ്. അത്രമാത്രം അംഗീകാരമുള്ള മഹാപുരുഷനാണ് ബഹുമാനപ്പെട്ട പയ്യക്കി ഉസ്താദ് ഒന്നാമൻ. ആ പയ്യക്കി ഉസ്താദ് ഒന്നാമനിൽ നിന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ വന്യരായ ഷെയ്ഖുന പയ്യക്കി ഉസ്താദ് രണ്ടാമൻ റഹിമഹുല്ല പ്രധാനപ്പെട്ടും ഇൽമു പഠിക്കുന്നത്. പിന്നെ ശ്രീകണ്ഠപുരം ഉസ്താദിൽ നിന്നും, അതുപോലെ മുൽക്കിയിൽ പോയി ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദിൽ നിന്നും, അതുപോലെ പുതിയങ്ങാടിയിൽ പോയി ചെറിയ ഒരു കാലാവധിയും അവിടുത്തെ ഉസ്താദ് ഈ വിനീതൻ ഓർമ്മയില്ല, ഷെയ്ഖുന അവർകൾ പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുപോലെ ചെറിയ ഒരു കാലത്തിൽ പൊന്നാനിയിൽ പോയി ചെറിയ ഒരു കാലം കൂടി പഠിച്ചിട്ടുണ്ട് എന്നാണ് ഷെയ്ഖുന അവർകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അവിടുത്തെ ഉസ്താദ് ആരാണെന്നറിയില്ല. അങ്ങനെ അവിടുത്തെ ഉസ്താദ് വഫാത്തായതോ അല്ല അവിടെ നിന്ന് വഫാത്തായതായിട്ടാണ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും ബഹുമാനപ്പെട്ട വന്യപിതാവിൻ്റെ അടുത്ത് തന്നെ വന്നതാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട ശ്രീകണ്ഠപുരം ഉസ്താദിൻ്റെ ശിഷ്യത്വം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാപുരുഷന്മാരിൽ നിന്ന് ഇൽമ കരഗതമാക്കുകയും അവരുടെ കുരുത്തവും പൊരുത്തവും നേടി ജീവിച്ചതായ മഹാനായ പണ്ഡിതനാണ്. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ അതിശയോക്തിയായിട്ട് അത്ഭുതമായി കേൾക്കും, എന്നാൽ അതൊക്കെ സത്യമാണ്. ഇല്ലാത്തതൊന്നും നമ്മൾ ഭംഗിവാക്കിയ വാക്കായിട്ടല്ല ഷെയ്ഖുന അവർകളെ പറ്റി പറയുന്നത്. ഷെയ്ഖുന ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും നല്ല സ്വഭാവം വിനയമാണ്. തനിക്ക് ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തൻ്റെ ഉസ്താദായിട്ടുള്ള കോട്ട ഉസ്താദ് റഹിമഹുല്ല വനഫഅന ബി ഉസ്താദുൽ അസാതീദ് ബഹുമാനപ്പെട്ടവർ രോഗശയ്യയിലായപ്പോൾ മംഗലാപുരക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ഖാലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട, പയ്യക്കയിൽ ഉസ്താദിൻ്റെ പേര് പറഞ്ഞിട്ടാണ് പയ്യക്കയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുനയെ സൂചിപ്പിച്ചതാണ്. അങ്ങനെ മംഗലാപുരക്കാർ ഇങ്ങോട്ട് വന്നപ്പോൾ ഷെയ്ഖുന അവർകൾ ആ സ്ഥാനം തിരസ്കരിച്ചു. എനിക്ക് വേണ്ട, ഞാൻ അതിനൊന്നും അർഹനല്ല എന്നുള്ള ഒരു ബോധമാണ്. എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടും ഒന്നുമില്ല എന്നുള്ളതായ ഒരു സ്വഭാവമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകളിൽ ഉണ്ടായത്. അങ്ങനെ
പിന്നെ ഖാദിസ്ഥാനം പല സ്ഥലത്തിൽ നിന്ന് വന്നു എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ തിരസ്കരിച്ചതാണ്. പിന്നെ അവസാനമായി പള്ളിക്കരയിൽ നിന്ന് അത് ഒരുപാട് ആൾക്കാർ നിർബന്ധിപ്പിക്കുകയും, പ്രത്യേകിച്ച് അന്ന് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിലെ സംയുക്ത ജമാഅത്ത് ഖാദിയായിരുന്നു നമ്മുടെ ഇന്നത്തെ സമസ്തയുടെ അജീയനായ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് സമസ്തയുടെ UM ഉസ്താദ് അടക്കം എല്ലാവരും പറഞ്ഞു, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം, നിങ്ങളല്ലാത്തവരിവിടെ ഖാദിക്ക് പറ്റുന്ന ഒരാളുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഷെയ്ഖുൻ അവർകൾ തന്നെ പറഞ്ഞു, ഖാദി പറഞ്ഞാൽ പിന്നെ നമുക്കത് തിരസ്കരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് വളരെ പ്രയാസപ്പെട്ടും കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഖാദിസ്ഥാനം ഏറ്റെടുത്തത്. ഖാദിസ്ഥാനം ഏറ്റെടുത്തപ്പോഴാണ്, ഏറ്റെടുക്കുന്ന വിഷയം അറിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട മുത്താലയിലെ അതുല്യനായ പണ്ഡിതൻ, അത്രമാത്രം കിതാബുകൾ റെഫറൻസ് ചെയ്ത മുത്താല ചെയ്ത ഒരു പണ്ഡിതൻ കേരളത്തിൽ അക്കാലഘട്ടത്തിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അങ്ങനത്തെ മഹാനുഭാവനായിട്ടുള്ള ബഹുമാനപ്പെട്ട മേൽപ്പറമ്പ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വഅഫാദല്ലാഹു അലൈനാ മിൻ ഫീ ഗലാത്തി, ബഹുമാനപ്പെട്ടവരോട് ചില ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങൾ, എനിക്കിത് കേൾക്കാൻ സാധിച്ചത് ഇന്ന് ചേറല ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകളിൽ നിന്നാണ്. സിറാജുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ അവിടുന്ന് മേൽപ്പറമ്പ് ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, പയ്യക്ക് ഉസ്താദ് ഖാദിയാകാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ മേൽപ്പറമ്പ് ഉസ്താദ് പറഞ്ഞു, അവരൊക്കെ ഖാദിയാകേണ്ടവരാണ്, അവർ എത്രയോ മുമ്പ് ഖാദിയാകേണ്ടവരാണ്, അവർക്ക് ഷിആറുൽ ഉലമയാണ്. ഇതാണ് ബഹുമാനപ്പെട്ടവരൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഇവിടെ ഏത് ആൾക്കാർക്കും ആദർശപരമായിട്ടോ ആശയപരമായിട്ടോ എന്ത് എതിർപ്പുണ്ടെങ്കിലും ഷെയ്ഖുനയുടെ വ്യക്തിത്വം ചോദ്യം ചെയ്യാൻ ഒരാളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത്രമാത്രം ശുദ്ധമായ ജീവിതമാണ് ബഹുമാനപ്പെട്ടവർ ശിഷ്യന്മാരായ നമ്മിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, മുഹിബ്ബീങ്ങളിൽ നിന്ന് ആശിക്കുന്ന ജീവിതം നമുക്ക് നയിക്കാൻ അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ക്ലാസുകൾ, ബഹുമാനപ്പെട്ടവരുടെ ജീവിതം പലതവണ നാം കേട്ടതാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ പയ്യക്ക് ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങൾ ശിഷ്യന്മാർ കൂടി ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രം ഒരു പുസ്തകമായി ഇറക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്കറിയാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഒരു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതായ ആ രത്നങ്ങൾ അത് അമൂല്യമായിരുന്നു. വെറും കിതാബിൻ്റെ ഇബാറത്തിൻ്റെ വരികളിൽ നിന്ന് മാത്രം നെയ്തെടുക്കുന്നത് മാത്രമല്ല, മൻ അമില ബിമാ അലിമ അല്ലമഹുല്ലാഹു മാ ലം യഅലം, തൻ്റെ വിജ്ഞാനത്തിനൊത്ത് പ്രവർത്തനം ഒരാൾ സെറ്റാക്കി കഴിഞ്ഞാൽ, അത് ശരിപ്പെടുത്തി കഴിഞ്ഞാൽ അവനക്കറിയാത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ചില പ്രത്യേകമായ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ ചെവി മുളച്ചത് മുതൽ കാതോർത്ത് കേട്ടാൽ കേൾക്കാത്തതായ ചില വ്യാഖ്യാനങ്ങൾ ബഹുമാനപ്പെട്ടവർ കിതാബ് ഓതി തരുമ്പോൾ നമ്മുടെ 9 കൊല്ലത്തെ ജീവിതത്തിൽ നാം കേട്ടതാണ്. അതിന് ശേഷം നാം അറിഞ്ഞതാണ്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നിപ്പോൾ സ്വപ്നകഥകളെ കൊണ്ടും കറാമത്തുകളെ കൊണ്ടും കോമ്പറ്റീഷൻ നടത്തുന്ന കാലമായതുകൊണ്ട് എനിക്ക് പറയാനും പേടിയുണ്ട്. പക്ഷേ സത്യമായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ബഹുമാനപ്പെട്ടവർ നമുക്ക് ബുഖാരി ഓതി തരുന്ന അവസരത്തിൽ ഇന്ന അലീന ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലീന ബയാന എന്നുള്ള ആ ആയത്ത് സംബന്ധമായി ബുഖാരിൽ ഒരു ഹദീസ് ഉണ്ട്. കൈഫക്കാന ബദ്ഉൽ വഹി ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സഹീഹുൽ ബുഖാരിലെ 1-ാമത്തെ അധ്യായത്തിലെ 2-ഓ 3-ാമത്തെ ഹദീസാണ്. ആ ഹദീസിൽ അവിടെ നിന്ന് ചില ആയത്തുകൾ ടച്ച് ചെയ്തും കൊണ്ടാണ് ആ ഹദീസ് ഉള്ളത്. അഥവാ ദിവ്യ സന്ദേശത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ന് കുറിക്കുന്ന ചില ഹദീസുകളാണ്. അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വഹിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ നല്ല ഒരു വ്യാഖ്യാനം അവിടെ നിന്ന് പറഞ്ഞു തന്നു. ആ വ്യാഖ്യാനം വളരെ അത്ഭുതപ്പെടുത്തുന്ന വ്യാഖ്യാനമായിരുന്നു. നാം ധരിച്ചുപോയി അന്നത്തെ ആ വ്യാഖ്യാനം കേട്ടും കൊണ്ട്. കാരണം നമുക്കിതുവരെ മനസ്സിലാക്കാനോ ആ ബന്ധം അവിടെ നിന്ന് മനസ്സിലാക്കാനൊന്നും സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സഹീഹുൽ ബുഖാരിയുടെ അറിവ് അതിൻ്റെ തറാജിമിലാണ് എന്നാണ് ബഹുമാനപ്പെട്ട അൽ കൗകബ് ദറാരി ഫി ശറഹി സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്.
സ്വഹീഹുൽ ബുഖാരിയുടെ ആ തർജമയും ആ ഹെഡിങ്ങും അതുപോലെ അവിടുത്തെ ഹദീസും 86ഓളം ബന്ധങ്ങളിലൂടെയാണ് അവിടുന്ന് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ബന്ധം മനസ്സിലാക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ നവീന ആശയക്കാർ, പുത്തൻവാദികൾ ചില ഹദീസുകൾ പറയും, ചില തർജ്ജമകൾ പറയും. അതുകൊണ്ടുള്ളതായി ബന്ധം അറിയാതെ നട്ടോട്ടം ഓടി തറാവിഹി 11 ഇവിടുന്ന് കൊട്ടിഘോഷിക്കും. അത് ബന്ധം എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ സംഭവിച്ച അബദ്ധജടിലമായ ചില വാദങ്ങളാണത്. അത് സ്വഹീഹുൽ ബുഖാരിയുടെ തർജ്ജമയും ഹദീസും എന്താണെന്ന് മനസ്സിലാക്കണം. ശൈഖുനാ അവറുകൾ പ്രത്യേകിച്ച് നമ്മോട് വസിയത്ത് ചെയ്ത കാര്യം തർജ്ജമയും ഹദീസുമായിട്ടുള്ള ബന്ധം അത് ചെറിയ ഒരു പോയിന്റിലായിരിക്കും. അത് ശരിക്കും മനസ്സിലാക്കണം. അത് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകതയാണ്. ഏതാണെങ്കിലും അങ്ങനെ ബഹുമാനപ്പെട്ടവർ ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈവിലൂടെ നമ്മുടെ ഈ മീഡിയ ശബ്ദങ്ങൾ കേൾക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ കേൾക്കാത്തവരാണെങ്കിൽ ഒന്നും കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ അന്നൊരു വ്യാഖ്യാനം പറഞ്ഞു. ഇത് നാം നേരിട്ട് ക്ലാസ്സിലിരുന്നും കൊണ്ട് കേൾക്കുന്ന വിഷയമാണ്. പിറ്റേ ദിവസം വന്നും കൊണ്ട് ശൈഖുനാ അവറുകൾ അതിരാവിലെ വന്നും കൊണ്ട് ഒന്നാമത്തെ ക്ലാസ് സഹീഹുൽ ബുഖാരിയാണ്. അവിടെ നിന്ന് 8:30 മണിക്ക് വന്നും കൊണ്ട് ശൈഖുനാ അവറുകൾ ബിസ്മിയും ഹംദും എല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നായിരുന്നു. അന്ന് ക്ലാസ് തീരുന്നത് വരെ ഒരുപാട് പ്രാവശ്യം ശൈഖുനാ അവറുകൾ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. ശൈഖുനാ അവറുകൾ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ്. ഇന്നലെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം അതിനേക്കാൾ നല്ല ഒരു വ്യാഖ്യാനമുണ്ട്. ഇന്നലെ പറഞ്ഞ വ്യാഖ്യാനത്തിനേക്കാൾ നല്ല ഒരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട അല്ലാമ ബുഖാരി തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. സുബ്ഹാനല്ലാഹ്. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട സ്വഹീഹുൽ ബുഖാരിയുടെ രചിതാവ് അതിൻ്റെ എഡിറ്റർ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എനിക്കതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം കൂടി പറഞ്ഞു തന്നു. അതാണ് ഏറ്റവും നല്ല വ്യാഖ്യാനം എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ പറഞ്ഞത് ഇന്നും എൻ്റെ ചെകിട് കൊണ്ട് കേൾക്കുന്നത് പോലെ ഞാൻ ഓർത്തു പോവുകയാണ്. എന്താണത്? എന്ത് നിയന്ത്രണമാണ്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ വസ്സാബിഹാതി സബ്ഹാ ഫൽമുദബ്ബിറാതി അംറാ ഫൽമുദബ്ബിറാതി അംറാ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരുപാട് ശക്തികൾ. ആ ശക്തികളെ സംബന്ധിച്ച് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് മലായിക്കത്ത് എന്നാണ്. ഒന്ന് ബഹുമാനപ്പെട്ട പല മുഫസ്സിരീങ്ങളെയും പിന്നീട് പറയുന്നു അൽ അർവാഹു ത്വയ്യിബത്തു ത്വാഹിറ, വിശുദ്ധന്മാരായ ശുദ്ധന്മാരായ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അടിയാറുകൾ, പുണ്യാത്മാക്കൾ, അവരും ഈ അൽ മുദബ്ബിറാത്തി അംറ എന്നതിൽ പെടും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് തൻ്റെ തഫ്സീർ റാസിയിലെ വ്യാഖ്യാനത്തിൽ കൊടുക്കുന്നു. അതിന് എന്താണ് മതിയായ ചില സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ശിഷ്യന്മാർ സ്വപ്നത്തിൽ കാണുക. ആ സ്വപ്നത്തിലൂടെ കാര്യങ്ങൾ ഇവിടുന്ന് പറയുക. ഇത് എന്താണ്? അലൈസ അന്നൽ ഇൻസാന ഖദ് യറാ ഉസ്താദഹു ഫിൽ മനാമി വയസ്അലുഹു അൻ മുഷ്കിലത്തിൻ ഫയുർഷിദുഹു ഇലൈഹാ. അലൈസ അന്നൽ ഇബ്ന ഖദ് യറാ അബാഹു ഫിൽ മനാമി ഫയഹ്ദീഹി ഇലാ കൻസിൻ മദ്ഫൂൻ. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയുന്നു. തൻ്റെ ഉസ്താദന്മാർ, തൻ്റെ മുൻഗാമികളായ മശായിഖന്മാർ, അവർക്ക് എന്തെങ്കിലും ഇഷ്കാലുകൾ ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ കണ്ടും കൊണ്ട് ഇഷ്കാല് തീർക്കുന്ന ഒരു പരിപാടി അത് ഫൽ മുദബ്ബിറാത്തി അംറാ. കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവരെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ ആ നിയന്ത്രിക്കുന്ന പുണ്യാത്മാക്കളിൽപ്പെട്ടതാണ്. അതാണ് നാം കണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളെ സഹീഹുൽ ബുഖാരിയുടെ രചിതാവ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ നിയന്ത്രിക്കുന്നു. ഇന്നലെ പറഞ്ഞ വ്യാഖ്യാനത്തിനേക്കാൾ വെഡൻ മീനിങ്ങിനേക്കാൾ വളരെ ബെറ്ററായിട്ടുള്ള മീനിങ് ഇതാണ്, ഇങ്ങനെയാണ് അവിടെ വ്യാഖ്യാനം കൊടുക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കേൾവിയില്ലാത്ത അത്ഭുതമായ സംഭവമാണ്. ശൈഖുനാ അവറുകൾ നമ്മോട് പറഞ്ഞു എന്നല്ലാതെ അത് ഒരു പ്രസംഗവേദിയിലോ അല്ലെങ്കിൽ വേറെ ലേഖനങ്ങളിലോ ഒന്നും പറഞ്ഞതായി ഞാൻ കണ്ടില്ല. കാരണം ബഹുമാനപ്പെട്ടവർ അങ്ങനെയാണ്.
ബഹുമാനപ്പെട്ടവർ തൻ്റെ ഔന്നിത്യം, തൻ്റെ ബഹുമതിയും തൻ്റെ ബഹുമാനവും തനിക്കറിയാതെ അവിടുന്ന് മൂടിവെച്ചതാണ്. ശൈഖുനാവറുകളെപ്പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അഷ്ഹുറത്തു ആഫത്തുൻ വൽ ഖുമൂലത്തു റാഹത്തുൻ. പരസ്യപ്പെടുക, പബ്ലിക്കാവുക എന്നുള്ളത് അതൊരു ആഫത്താണ്. ഒതുങ്ങിക്കൂടുക, സങ്കുചിത മനോഭാവത്തോടുകൂടെ ഒതുങ്ങിക്കൂടുക എന്നുള്ളത് അത് റാഹത്താണ്. ആ റാഹത്ത് കൈവരിച്ച മഹാപുരുഷനാണ് ബഹുമാനപ്പെട്ട ശൈഖുന വന്യരായ പയ്യക്കി ഉസ്താദ് രണ്ടാമൻ റളിയല്ലാഹു അൻഹു. ആ ഒരു ഹുമൂലത്തിലൂടെ ബഹുമാനപ്പെട്ടവർ പിന്നെ വലിയ ഒരു സ്ഥാനമാണ്, വലിയ ഒരു പരസ്യമാണ് ബഹുമാനപ്പെട്ടവർക്കുണ്ടായത്. അത് ആശിച്ചതൊന്നുമല്ല, കിട്ടിപ്പോയതാണ്. എങ്ങനെ സ്വപ്നത്തിലൂടെ, അല്ലെങ്കിൽ സ്വപ്നമല്ലെങ്കിൽ മഹാരഥന്മാർ, വഫാത്തായിപ്പോയ മഹാരഥന്മാർ നിയന്ത്രിക്കുന്ന കാര്യം നമ്മുടെ കേരളീയ ഉലമാക്കളിൽ പഴയ ഉലമാക്കൾക്ക് നാം കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മശായിഖന അല്ലാമ യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഒരു ശിഷ്യൻ നോമ്പിലെ നിയത്ത് നവൈതു സോമഗദിൻ അൻ അദാഇ ഫർലി റമളാനി ഹാദിഹി സനത്തി ലില്ലാഹി തആല ഈമാനം വഹ്തിസാബ എന്നും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ നാട്ടുകാരെയൊക്കെ പ്രശ്നമാക്കി. കാരണം ഈമാനം വഹ്തിസാബൻ എന്നുള്ളത് സാധാരണയിൽ ആരും നീയത്ത് വെക്കുമ്പോൾ പറയാറില്ല. റമളാനിലെ നോമ്പിൻ്റെ നീയത്തിനിക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാട്ടുകാരാകെ ചോദ്യം ചെയ്തു, എന്താണ് നിങ്ങളങ്ങനെ പറയാൻ കാരണം? നാം ഇതുവരെ നീയത്ത് പറഞ്ഞത് നവൈതു സൗമഗദിൻ അൻ അദായി ഫർലി റമളാനി ഹാദി സനത്തി ലില്ലാഹി തആല എന്ന് മാത്രമാണ്. ഈമാനും വഹ്തിസാബൻ ലില്ലാഹി തആല എന്നുള്ള അതൊരു കൂട്ടിച്ചേർക്കൽ നമ്മുടെ ജീവിതത്തിൽ നാം കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആ ശിഷ്യൻ പറഞ്ഞു, അത് എൻ്റെ ഉസ്താദായ എൻ്റെ വന്യഗുരു ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിരുന്നു. കിതാബ് എനിക്കറിയില്ല. അതങ്ങനെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ്. ഉസ്താദന്മാർ എന്ത് പറഞ്ഞു അത് അച്ചിക്ക് പറയലാണ്. അത് പിന്നെ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ, അത് സയൻസുകാർ അതിനെപ്പറ്റി എന്ത് പറയുന്നു, ആധുനിക സയൻറ്റിസ്റ്റുകാർ എന്താണ് ഇതിനെപ്പറ്റി വിലയിരുത്തിയതൊന്നും അവർ നോക്കാറില്ല. തൻ്റെ വന്യ ഉസ്താദ് എന്ത് പറഞ്ഞു അത് അച്ചിക്ക് പറയലും അതുപോലെ പ്രവർത്തിക്കലും. ഇതാണ് നമ്മുടെ മുൻഗാമികളായ ഉസ്താദന്മാരുടെയും മശായിഖന്മാരുടെയും, പ്രത്യേകിച്ച് മഖ്ദൂമി പാരമ്പര്യത്തിലെ അന്തിമ കണ്ണിയായ പയ്യക്കി ഉസ്താദന്മാരുടെയും രീതി. ആ രീതി തുടരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ശൈഖുന പല മസ്അലയിലും പല കാര്യങ്ങളിലും നാം ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ നമുക്ക് മറുപടി പറഞ്ഞത് അങ്ങനെ പയ്യക്കി ഉസ്താദ് അങ്ങനെ ചെയ്തിരുന്നു, ഖുതുബി ഉസ്താദ് അങ്ങനെ ചെയ്തിരുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ മറുപടിയൊക്കെ കിട്ടിയത്. അപ്പോൾ യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എൻ്റെ വന്യ ഷെയ്ഖുന എൻ്റെ ഉസ്താദ് യൂസുഫ് അൽ ഫൽഫരി അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. കിതാബ് ഏതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അന്ന് രാത്രിയാണ് ബഹുമാനപ്പെട്ട ആ ശിഷ്യന്, മഹാപണ്ഡിതന്, തൻ്റെ വന്യഗുരുവായിട്ടുള്ള യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വപ്നം കാണുന്നത്. ആ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് അൽ ഫൽഫരി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, അത് കാണാതിരിക്കാൻ എന്താ കാരണം? കാണണല്ലോ, അത് ഹാഷ്യത്തുൽ ബാജൂരിൽ ആ വിഷയമുണ്ടല്ലോ. തീർച്ചയായും ഹാഷ്യത്തുൽ ബാജൂരിൽ ആ വിഷയമുണ്ട്, യാനത്തിലും ആ വിഷയങ്ങളുണ്ട്. പക്ഷേ നാം ചിന്തിക്കേണ്ടത്, നോക്ക്, ഉസ്താദിൻ്റെ നിയന്ത്രണമാണ് തൻ്റെ ശിഷ്യന് കിട്ടിയത്. ഇങ്ങനത്തെ ഒരുപാട് കഥകൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുന അവറുകളെപ്പറ്റി പറയാണ്ട്. ഒന്നും കൂടി ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ പ്രവാചകന്മാർ അലൈഹിമുസ്സലാത്തു വസ്സലാം അവരുടെ ചരിത്രം പഠിക്കാനായിട്ട് നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയും ഒരു പണ്ഡിതനുണ്ടോ? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. പയ്യക്കി ഉസ്താദ് രണ്ടാമൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ നാം അവരുടെ ചരിത്രം കേൾക്കുമ്പോൾ ചിന്തിച്ചു പോകും, ഒരു 200-300 വർഷത്തിന് മുമ്പ് കഴിഞ്ഞു പോയ പണ്ഡിതനാണോ എന്ന്. ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ റളിയല്ലാഹു അൻഹു അമ്പിയാക്കളുടെ ചരിത്രം പഠിക്കാനായിട്ട് ഒരു കിതാബ് വാങ്ങി. വന്യപിതാവിൻ്റെ വഫാത്തിന് ശേഷമാണ് ഈ സംഭവം. ബഹുമാനപ്പെട്ടവർ കിതാബ് വാങ്ങി, അങ്ങനെ കിതാബൊക്കെ നോക്കാൻ തുടങ്ങി. അന്ന് രാത്രി വന്യപിതാവിൻ്റെ സ്വപ്നമാണ്. തൻ്റെ പിതാവായിട്ടുള്ള ഒന്നാമൻ പയ്യക്കി ഉസ്താദ് റഹിമഹുല്ലാ വഖദ്ദസല്ലാഹു സിറ വനഫഅന ബി
ബഹുമാനപ്പെട്ടവരോട് സ്വപ്നം നാം ചിന്തിക്കണം. എന്താണ് സ്വപ്നം? അല്ല, സ്വപ്നം കാണുന്ന ആ ദൃശ്യം ഷെയ്ഖുന അവറുകൾ പള്ളിയിലിരുന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഇരുന്നും കൊണ്ടുള്ള രണ്ടാളും സമ്മതിക്കുന്ന മീറ്റാകുന്ന ഒരു നിലയിലാണ് ആ സ്വപ്നം. ആ സ്വപ്നത്തിൽ തൻ്റെ വന്യപിതാവായിട്ടുള്ള ഒന്നാമൻ പയ്യയ്ക്ക് ഉസ്താദ് റഹിമഹുല്ല തൻ്റെ പൊന്നോമനപുത്രനായ നമ്മുടെ ഷെയ്ഖുന, നമ്മുടെ അഭിമന്യരായ ഗുരു രണ്ടാമൻ പയ്യയ്ക്ക് ഉസ്താദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ല, നിനക്ക് അതിനേക്കാൾ മെച്ചമായിട്ടുള്ള കിതാബ് ഇതല്ലേ എന്ന് സ്വപ്നത്തിൽ ഒരു പഴയ കിതാബ് ഇങ്ങനെ കയ്യേറി കൊടുക്കുകയാണ്, സ്വപ്നത്തിൽ കൊടുക്കുകയാണ്. സ്വപ്നമാണിത്. ഇത് സ്വപ്നം അല്ലറ ചില്ലറ സ്വപ്നങ്ങളല്ല, നാം കാണുന്ന ഒട്ടേറെ സ്വപ്നങ്ങളൊന്നുമല്ല. ഇത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു, ഞാൻ ഓർത്തു പോകുന്നു, ബൈളാവി റളിയല്ലാഹു അൻഹു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള ആ ഹിദായത്തിന് വിശദീകരിക്കുമ്പോൾ 4 വിധത്തിലുള്ള ഹിദായത്താണ് പറയുന്നത്. ഒന്ന് വഹിയിലൂടെയുള്ള ഹിദായത്ത്, പിന്നെ തുടർന്നും കൊണ്ട് പറയുന്നത് ഒരു ഹിദായത്താണ് ബിൽ ഇൽഹാമി വൽ മനാമാത്തി സ്വാദിഖ, സത്യസന്ധമായ മനാമാത്തുകൾ സ്വപ്നങ്ങളെ കൊണ്ടും അതുപോലെ ഇൽഹാമാത്തുകളെ കൊണ്ടും അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് ദിവ്യ കാര്യങ്ങൾ, അതും ഒരു ഹിദായത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ഹിദായത്തിൻ്റെ അത് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ കൊണ്ട്, ഔലിയാക്കന്മാരെ കൊണ്ട്, ഇഷ്ടദാസന്മാരെ കൊണ്ട് പ്രത്യേകമായതാണെന്ന് ബഹുമാനപ്പെട്ടവർ അവിടെ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്. അത് ശരിക്കും 100% നമുക്ക് അനുഭവത്തിൽ കണ്ടിരുന്നു നമ്മുടെ വന്യരായ ഷെയ്ഖുന പയ്യയ്ക്ക് ഉസ്താദ് രണ്ടാമൻ റഹിമഹുല്ല അവരുടെ ജീവിതത്തിൽ. നോക്ക്, വന്യപിതാവിൻ്റെ സ്വപ്നം അവിടെ നിന്ന് കാണുകയാണ്. സ്വപ്നത്തിൻ്റെ കഥയെന്താണ്? അഥവാ അമ്പിയാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കാൻ വാങ്ങിയ ആ കിതാബ്, ആ കിതാബിനേക്കാൾ ബെറ്ററായിട്ടുള്ള നല്ല ഒരു കിതാബ് തൻ്റെ വാപ്പ അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർക്ക് കയ്യേറി ഇങ്ങനെ കൊടുക്കുന്നു. കൊടുത്തത് താൻ ക്ലാസ് എടുക്കുന്ന ആ മേശയിൽ അവിടെ, ഡെസ്കിൽ അവിടെ വെക്കുന്നു. ഇത് സ്വപ്നമാണ്, സ്വപ്നമാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് രാവിലെ പള്ളി ദർസിലേക്ക് ക്ലാസ് നടത്താൻ വേണ്ടി, ബഹുമാനപ്പെട്ട സബക്ക് ചെയ്യാൻ വേണ്ടി ഷെയ്ഖുന അവറുകൾ വന്നു നോക്കുമ്പോൾ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം അത് ശരിക്കും പുലർന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട തൻ്റെ വന്യപിതാവ് തനിക്ക് കൊടുത്ത കിതാബ്, ഏത് കിതാബാണോ ആ കിതാബിനെ എവിടെയാണോ സ്വപ്നത്തിൽ വെച്ചത്, ആ കിതാബ് അച്ചിക്ക് അപ്പടി അതേ സ്ഥിതിയിൽ, അതേ സ്ഥലത്തിൽ, അതാ ഡെസ്കിൽ അവിടെ ഷെയ്ഖുന അവറുകൾ പയ്യയ്ക്ക് പള്ളിയുടെ ഉൾഭാഗത്തിൽ അതിനെ കാണുന്നു. സുബ്ഹാനല്ലാഹ്, അവരുടെ ബറക്കത്ത് കൊണ്ട്, അവർക്കുള്ള നാഫിയായ ഉലൂമിൻ്റെ ബറക്കത്ത് കൊണ്ട്, റഹ്മാനായ റബ്ബേ നമ്മുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ടവരെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങൾ, സ്വദേശികളും വിദേശികളുമായിട്ടുള്ള എല്ലാവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, അവരുടെ പേരിൽ മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ വേണ്ടി ഇവിടുന്ന് ഖുർആൻ ഓതിയിട്ടുണ്ട്. അള്ളാഹുവേ, ആ പെണ്ണുങ്ങൾക്ക്, ആ കുടുംബത്തിന് കണ്ണുകുളിർമയാകുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. പയ്യയ്ക്ക് ഉസ്താദന്മാരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മക്കളിൽ, ഭാര്യമാരിൽ, കുടുംബത്തിൽ, ഉലൂമിൽ, തഅല്ലുമിൽ, തഅലീമിൽ, തദ്രീസിൽ എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അള്ളാഹുവേ, നമ്മുടേതായ പയ്യയ്ക്ക് ഉസ്താദ് ഇസ്ലാമിക് അക്കാഡമി സ്ഥാപനത്തിന് സഹായിച്ച അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവർക്കുള്ള ബുദ്ധിമുട്ടുകൾ തീർത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അങ്ങനത്തവരാണ് പയ്യയ്ക്ക് ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. ഇതൊക്കെ ഏത് പേജിലാണ്, ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾ കേൾക്കണ്ട. ഇതൊക്കെ നാം ഷെയ്ഖുനയിൽ നിന്ന് ശിഷ്യന്മാരായി നമുക്ക് നേരിട്ട് കിട്ടിയതായ ഇൻഫർമേഷനുകളാണ്. ഒന്നും കൂടി പറയാണ്, ഷെയ്ഖുന അവറുകൾ പലപ്പോഴും നമ്മോട് പറയുന്ന, ക്ലാസ്സിൽ പറയുന്ന 9 വർഷത്തിലെ ജീവിതത്തിലെ ചെറിയ നിമിഷങ്ങളാണ് ഞാൻ പറയുന്നത്. 1,00,000-ൽ നിന്ന് ഒന്നുപോലും എന്നെക്കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നു എന്ന് എനിക്ക് അവകാശവാദമില്ല. ചെറിയ ചെറിയ ഓർമ്മയിൽ വരുന്ന ചെറിയ ഇൻസിഡൻറ്റുകളാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പല പ്രാവശ്യം നമ്മോട് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കളിക്കണ്ട, പയ്യയ്ക്ക് ദർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമുള്ളതല്ല,
ഇവിടെ ജിൻമക്കൾ വരെ ക്ലാസ്സിനിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ക്ലാസ് ഉള്ളത്, ജിൻമക്കളും എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു. അള്ളാഹിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് പറയുന്ന വാക്കുകളാണ് ഇത്. ഇന്നിപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് പോലെ ബീമ്പളക്കുന്ന പരിപാടിയൊന്നുമല്ല. അത് ശരിക്കും തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ കാര്യമാണ് അവിടെ നിന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ ശരിക്കും നമുക്ക് കാണാൻ സാധിച്ചു. ബഹുമാനപ്പെട്ടവർ ശൈഖുന അവറുകൾ തഫ്സീർ ക്ലാസ് നടത്തുമ്പോൾ ജലാലൈനി ക്ലാസ്, ജലാലിൻ്റെ ആ ക്ലാസ് അത് വിവരിക്കാൻ പോയാൽ എന്താണ് അതൊരു ക്ലാസ്? വെറും ഫാത്തിഹ സൂറത്ത് തന്നെ നമുക്ക് ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ 3 മാസം വേണ്ടി വന്നു. 3 ആഴ്ചയല്ല, 3 ദിവസമല്ല, 3 മാസം. ഓരോ ദിവസം 1.5 മണിക്കൂർ ക്ലാസ്, ഓരോ ദിവസം 1.5 മണിക്കൂർ ക്ലാസ്. ആ നിലക്ക് 3 മാസം നമുക്ക് ഫാത്തിഹ സൂറത്ത് തന്നെ തീർക്കാൻ സമയമെടുത്തു. ആഴ്ചയിൽ 6 ക്ലാസ്, 1.5 മണിക്കൂറോളം ക്ലാസ്. ആ ക്ലാസ് ഫാത്തിഹ സൂറത്ത് എന്നുള്ള വെറും 7 സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സൂറത്തിനെ തഫ്സീറുൽ ജലാലൈനി ഓതി തരുമ്പോൾ 3 മാസമായത് തീരണമെങ്കിൽ. എന്നിട്ടും ശൈഖുന അവറുകൾ പറഞ്ഞു, മക്കളെ വ്യാഖ്യാനം തീർന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് അടുത്ത സൂറത്തുകളും കൂടി ഓതണമല്ലോ, അതിനു വേണ്ടി മാത്രം ഞാൻ തൽക്കാലം അതിനിക്ക് വിരാമം കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബഖറ സൂറത്ത് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ വ്യാഖ്യാനം ഇനിയും ഒരുപാട് പറയാനുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്തായിരുന്നു ആ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം! ബഹുമാനപ്പെട്ട വന്യ ശൈഖുന അവറുകൾക്കുള്ള ഒരു ഉസ്താദാണ് ഉസ്താദുൽ അസാത്തിദ്, ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ് റഹിമഹുല്ലാഹ്, മംഗലാപുരം ഖാദി. ബഹുമാനപ്പെട്ടവർ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ഉസ്താദിൻ്റെ പേരും പറഞ്ഞിരുന്നു, തഫ്സീറിൻ്റെ ഇൽമൊക്കെ അത് അയാളിൽ നിന്ന് പഠിക്കണം എന്ന്. കോട്ട ഉസ്താദ് അവറുകൾ റഹിമഹുല്ലാ ദർസിൽ തന്നെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പരിചയപ്പെടുത്തിയിരുന്നത് എൻ്റെ അബ്ദരി എന്നാണ്, നമ്മളെ അബ്ദരി എന്നാണ്. ഉസ്താദിനെ പറ്റി പറയുമ്പോഴൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആ ശൈഖുന അവറുകൾ തഫ്സീർ നടത്തുമ്പോൾ തഫ്സീറിൻ്റെ ആ ആഘാത ജ്ഞാനം നമുക്കൊന്നും പറഞ്ഞു തരാൻ സാധ്യമല്ല. അത്രമാത്രം ബഹുമാനപ്പെട്ടവർ നമ്മോട് പറഞ്ഞിരുന്നത്, നാം ഏകദേശം ഒരു 12, ഒരു 8, 20, 22ഓളം ആൾക്കാർ അന്ന് തഫ്സീർ ക്ലാസ്സിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നത്, എൻ്റെ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ശൈലി ആദ്യത്തെ ശൈലിയാണ്. ഇതിനു മുമ്പ് ഈ നിലക്ക് ഞാൻ ആർക്കും ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നിങ്ങൾ ഇത് ശരിക്കും എഴുതി വെക്കുകയും ശരിക്കും ഒബ്സർവ് ചെയ്യുകയും വേണമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു. എന്താ ക്ലാസ് അത്? ഹറം ഷരീഫിൽ കപ്പലിൽ പോയപ്പോൾ കിട്ടിയ ഹറമിലെ മുദർരിസിൻ്റെ പ്രത്യേകമായ ഒരു ശൈലിയാണ് അത്. ഒരു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഒരു ആയത്ത് തീർക്കണമെങ്കിൽ 4-5 ദിവസം വേണ്ടി വരും. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, ഖുർആനിൻ്റെ വ്യാഖ്യാനം ഖുർആൻ കൊണ്ട് തന്നെ. ഇതാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു ആയത്തെടുക്കും, ആ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അഥവാ ശൈഖുന അവറുകൾ കണ്ടുപിടിക്കും, അപ്പോൾ തന്നെ അതിനെ മറിച്ചും കൊണ്ട് നമുക്ക് അങ്ങനെ ഓതിത്തരും. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു ഫാത്തിഹ സൂറത്ത് മാത്രം ശൈഖുനയിൽ നിന്ന് ഓതിയാൽ ബാക്കിയുള്ള 113 സൂറത്തും അതിൽ ഉൾപ്പെട്ടു. അതെല്ലാം ആ ആയത്തുകളെല്ലാം അതിൽ വന്നിരുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മുതൽ ബഖറ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള ഏകദേശം ഭൂരിഭാഗം ആയത്തുകൾ ഫാത്തിഹ സൂറത്ത് തീരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനത്തതായ ഒരു ഡീപ്പായിട്ടുള്ള വിശാലമായ ഒരു വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ടവർ നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു ശൈലി മറ്റുള്ളവരിൽ നമുക്കൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവർ അങ്ങനെ തഫ്സീർ നടത്തുമ്പോൾ അവലംബിച്ചിരുന്ന ഒരുപാട് കിതാബുകളുണ്ട്. കിതാബുകളല്ലാതെയും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പുരോഗമിച്ച ഈ കാലമാകുമ്പോൾ ബഹുമാനപ്പെട്ടവർ പ്രത്യേകിച്ചും അങ്ങനെ ഒരു സയൻസൊക്കെ പറഞ്ഞു തരും. വെറും ഒരു മുദർരിസ് എന്ന് പറയുമ്പോൾ നാമൊക്കെ മനസ്സിലാക്കുന്നത് ആധുനികപരമായിട്ട് ബഹുമാനപ്പെട്ടവർക്ക് അറിവുണ്ടായിരിക്കൂല എന്നാണ്. എന്നാൽ എല്ലാ നിലക്കും ആധുനികതയും
എല്ലാ നിലക്കുള്ള വിജ്ഞാനവും അന്നത്തെ ഓരോ ദിവസവും വരുന്ന ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ശൈഖുന അവറുകൾ ശരിക്കും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി പിറ്റന്നാൾ വരുന്ന ന്യൂസ് എന്തായിരിക്കും എന്ന് ഇന്ന് തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതങ്ങനെ തന്നെയാണ് നമുക്ക് കേൾക്കാനും കാണാനും സാധിച്ചത്. ഒരു അത്ഭുതമായ ഒരു ശൈലിയാണ്. അങ്ങനെ സയൻസ് പരമായിട്ട് ശാസ്ത്രപരമായിട്ട് ആയത്തുകളെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ആധുനിക പണ്ഡിതന് ഒരു ഗ്രന്ഥം കൂടി ശൈഖുന അവറുകളുടെ കയ്യിലുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് പിന്നെ നാമൊക്കെ അത് വാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ കയ്യിലുമുണ്ടത്. ഞാൻ പറയുന്നത് അതൊക്കെ ആധുനികപരമായിട്ട് ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദ് മുതവല്ലി ഷാറാബി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ, അത് വല്ലാത്ത ഒരു തഫ്സീറാണ്. സയൻസ് പരമായിട്ട് നല്ല ഒപ്പിച്ചു പോകാൻ പറ്റുന്ന, ഇന്നത്തെ സയൻറ്റിസ്റ്റുകാർ ഖുർആനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദ് മുതവല്ലി ഷാറാബി റളിയല്ലാഹു അൻഹു അതിനെ അംഗീകരിക്കൂല, അതിനെ തള്ളിക്കളയും. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ സയൻറ്റിസ്റ്റുകാർ പറഞ്ഞത് ഈ സയൻസ് അല്ല, ഇതിനെ തിരുത്തി പറയേണ്ടി വരും. കാരണം പരിശുദ്ധ ഖുർആനിൽ കാണുന്നത് ഇങ്ങനെയാണ്, ഖുർആനിനെതിരായിട്ട് ഇവർ പറഞ്ഞതുകൊണ്ട് ഇത് പഴഞ്ചൊല്ലാണ്, ഇത് അബദ്ധമാണ്, ഇത് കളവാണ് എന്ന് ശരിക്കും ബഹുമാനപ്പെട്ട അഷേഖ് മുഹമ്മദ് മുതവല്ലി ഷാറാബി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു. നമ്മുടെ മുത്തഅല്ലിമീങ്ങളോടും പണ്ഡിതന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഖുർആനിനെ നമുക്ക് സയൻസ് പരമായിട്ട് അടുത്തറിയാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഷാറാബി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം. ആ വ്യാഖ്യാന ഗ്രന്ഥം നമുക്ക് പഠിക്കുക. ഞാനിതൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ റഹ്മത്തുള്ള ഖാസിമി റളിയല്ലാഹു അൻഹു നമ്മുടെ ലൈവിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവലംബിച്ചിരുന്ന ഒരു കിതാബ് ക്ലാസ്സിന് വന്നപ്പോൾ കാണുവാനില്ല. അങ്ങനെ ഭയങ്കര ചൂടായി. കാരണം ശൈഖുന അവറുകളുടെ കിതാബ് ക്ലാസ് അവിടെ നിന്ന് എടുത്തു നോക്കുന്ന പല ശിഷ്യന്മാരുമുണ്ട്. ശൈഖുന അവറുകൾക്ക് അത് ഇഷ്ടം തന്നെയാണ്, അതിനൊന്നും എതിർത്തിട്ടില്ല. അങ്ങനെ ചൂടായതാണെങ്കിലും അന്നത്തെ ദിവസം കിതാബില്ല. പിറ്റന്നാൾ വന്നും കൊണ്ട് പയ്യയ്ക്ക് പള്ളിയുടെ മൂലയിൽ കിടക്കുന്ന ഒരു ഡെസ്ക് ഉണ്ട്, ക്ലർക്ക് ഉപയോഗിക്കുന്ന ഒരു ഡെസ്ക് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ കിതാബ് ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ശൈഖുന അവറുകൾ വാതിൽ തുറന്നു, ആ സൈഡിലേക്ക് മൂലയിലേക്ക് പോയി. ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത്. അതുവരെ അങ്ങനെ ചെയ്യാറില്ല. അവിടെ നിന്ന് പോയിട്ട് ആ പെട്ടി തുറന്നു, ആ കിതാബ് എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ജിൻമക്കൾ ഇവിടെ ഉണ്ടെന്ന്, ഇത് ജിൻമക്കളുടെ പണിയാണ്, അതെനിക്കറിഞ്ഞു, ഇന്നലെ രാത്രി അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ കിതാബ് എടുത്ത് നമുക്ക് ഓതിത്തന്നു. ഇങ്ങനെ ഇനിയും ഒരുപാട് അമൂല്യമായ ശൈഖുന അവറുകൾക്കുള്ള കറാമത്ത് ഒരുപാട് പറയാനുണ്ട്. അതിനൊന്നും ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൻഷാ അല്ലാഹ് ശൈഖുന അവറുകൾക്കുള്ള വിശാലമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ജീവിത ചരിത്രം അയവിറക്കുന്ന ഒരു പുസ്തകം ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ഇവിടുത്തെ പ്രകാശനം കൊള്ളാണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ശൈഖുന അവറുകളുടെ ജീവിതം എന്താണെന്ന് പഠിച്ചു. അതുപോലെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ശൈഖുന അവറുകളുടെ പള്ളി ദർസിൽ പഠിച്ചതായ എല്ലാവർക്കും ബഹുമാനപ്പെട്ടവർ പടുത്തുയർത്തിയ ആ സ്ഥാപനത്തിൽ പഠിച്ച ഇനി ഇറങ്ങുന്ന അൻസാരികൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ അവിടുത്തെ മസ്ലക്കിലായി അവിടുത്തെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് അവരെപ്പോലെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ നേർച്ചകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സ്ഥാപനത്തിലേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ അബ്ദുൽ മജീദ് ദാരിമി ഉസ്താദ് അവർകൾ ഗൾഫിലേക്ക് പോയപ്പോഴും അല്ലാതെയും നമ്മുടെ നാട്ടിൽ നാം ഇവിടെ പിരിവ് ചെയ്യുമ്പോഴും പല ഉദ്ദേശങ്ങളും പറഞ്ഞും കൊണ്ട് ഇവിടെ സംഭാവന നൽകിയവരുണ്ട്. റഹ്മാനെ, അവർക്കുള്ള സംഭാവനകളെല്ലാം നീ സ്വീകരിച്ച് അവർക്കുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കി അവർക്കുള്ള രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും സങ്കീർണ പ്രശ്നങ്ങളും യാതനകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാം നീ ദൂരീകരിക്കണം റഹ്മാനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അടുത്തുള്ളതായ ഷെസൻ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ ഖുർആൻ പണ്ഡിതൻ റഹ്മത്തുള്ള ഖാസിമി ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളെ ഏറെ മനസ്സിൽ വെച്ച് നടക്കുന്ന വലിയൊരു മുഹിബാണ് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവറുകൾ. അവരാണ് ഇനി നമുക്ക് സാരവത്തായ പ്രഭാഷണം ഉപദേശം പറഞ്ഞു തരുന്നത്. ബഹുമാനപ്പെട്ടവരെ തൻ്റെ സ്ഥാനത്തിനോട് യോജിക്കുന്ന നിലയ്ക്ക് ആദരപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്